ലി കസ്ബി മഹബ്ബത്തിന്നാസി വറഫതിഹി, ജനങ്ങളുടെ സ്നേഹം ലഭിക്കണമെന്നും മറ്റുള്ളവരുടെ മഹബ്ബത്ത് ലഭിക്കണം, ഇഷ്ടം ലഭിക്കണം, അവരുടെയൊക്കെ കൃപ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു കൃപ കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവില്ലേ, നമ്മളെ സ്നേഹിക്കണം, നമ്മളോട് മഹബ്ബത്ത് കാണിക്കണം, നമ്മളോട് അനുകമ്പ കാണിക്കണം, കൃപ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ കൃപയും അനുകമ്പയും സ്നേഹവും മഹബ്ബത്തും ഒക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്കുള്ളൊരു പരിഹാര മാർഗം മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില ആളുകളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ കുടുംബാദികൾ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽവാസികളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുക, പിണക്കത്തിൽ കഴിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പരസ്പരം ഒരു സ്നേഹബന്ധമില്ലാതെ, ഒരു അനുകമ്പയില്ലാതെ, കൃപയില്ലാതെ കഴിയുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുകയാണ്, എനിക്ക് അവരുടെയൊക്കെ ഒരു സ്നേഹം ലഭിക്കണം, മഹബ്ബത്ത് ലഭിക്കണം, പഴയ പോലെ ഐക്യത്തിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്കുള്ളൊരു പരിഹാര മാർഗം കുൽ, മഹാന്മാർ പറയാണ്, നിങ്ങൾ പറയണം. എത്ര? 46 തവണ പറയണം. യാ വലിയു എന്ന് ബഅദ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനു ശേഷവും 46 തവണ യാ വലിയു എന്ന ഒരു ഇസ്മ്, ആ ഒരു ഇസ്മ് നിരന്തരം ചൊല്ലുകയാണ് എങ്കിൽ മറ്റുള്ളവരുടെ മഹബ്ബത്തും സ്നേഹവും റഅഫത്തും ഒക്കെ കിട്ടാൻ അത് കാരണമായി തീരുന്നതാണ്. നമ്മളോട് ആർക്കെങ്കിലുമൊക്കെ വൈരാഗ്യവും വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ടാനും അവരുടെയൊക്കെ ഒരു സ്നേഹം ലഭിക്കാനും ഒക്കെ അത് കാരണമായി തീരും. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട മഹത്തായൊരു ഇസ്മാണ് അൽ വലിയ എന്ന ഇസ്മ് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹം വരാനും അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് കൃപയും അനുകമ്പയൊക്കെ കൂടാനും ഒക്കെ കാരണമായി തീരും. നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ.